നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അല്പസമയം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ കോടതിയിൽ അവസാനിപ്പിച്ചത്. 2 മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങളാണ് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ നടന്നത്. മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം അഭിഭാഷകർ മാത്രം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും അഭിഭാഷകരും ജഡ്ജിയും മാത്രം നിന്നുകൊണ്ടായിരുന്നു ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ഒക്കെ തന്നെ നടന്നിരുന്നത്. 2 മണിക്കൂറോളമാണ് ഏകദേശം വാദപ്രതിവാദങ്ങൾ നീണ്ടത്. പൂർണ്ണമായും ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് വാദങ്ങളും പ്രതിവാദങ്ങളും നടന്നിരുന്നത്. ഏതായാലും ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നടന്ന അറസ്റ്റിന് ശേഷം തെളിവുകളുടെ ലഭ്യത കുറവ് അത് വല്ലാതെ തന്നെ ആ കേസിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ചെറിയ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വിധി നാളെ മാത്രമേ പറയുകയുള്ളൂ. ഈ സൂചനകൾ പുറത്തു വരുന്ന ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടത്തിയ നടപടികളൊക്കെ തന്നെ വെറും ചീളായി പോകുന്നു, ചീഞ്ഞു നാറുന്നു എന്നാണ് പറയുന്നത്. പൂങ്കുഴലിക്ക് ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഒരു അഭിഭാഷകയുടെ അഡ്വക്കേറ്റ് ശാന്തിയുടെ പോസ്റ്റാണ് വൈറലാകുന്നത്. ആ പോസ്റ്റ് നോക്കാം. ഒരു പണിയും ചെയ്യാതിരുന്ന് ഏതോ ഒരു നേരം ഏണി വെച്ച് സ്വയം പണി വാങ്ങിച്ച ആൾ വെറുതെ ഇരിക്കുമ്പോൾ ആ BNS ആക്ട് അറസ്റ്റ് ആൻഡ് പ്രൊസീജിയർ ഒക്കെ ഒന്ന് വായിച്ചു നോക്കേണ്ടായിരുന്നില്ലേ പൂങ്കുഴലി? പിണറായി വിജയനും കൂടി ഒന്ന് വായിക്കണമായിരുന്നു. P ശശിക്കും വിദ്യാഭ്യാസവുമില്ല, വിവരവുമില്ല. നിങ്ങൾ വലിയ IPS ആണെന്നും പറഞ്ഞ് കമ്മികൾ പറഞ്ഞത് ഏറ്റെടുത്ത് നടത്താൻ കോട്ടും വടിയും എടുത്ത് ചാടി ഇറങ്ങുമ്പോൾ പിണറായിക്ക് മുകളിൽ ഇന്നാട്ടിൽ കോടതിയുണ്ടെന്നും തനിക്ക് നാളെയും ശമ്പളം വാങ്ങണമെന്നും ഓർക്കണ്ടേ? പിണറായി വിജയൻ രാഷ്ട്രീയക്കാരനാണ്. അയാൾക്ക് ഇൻക്വലാബ് വിളിക്കാൻ കുറെ കമ്മി സഖാക്കൾ ഉണ്ടാവും. നിങ്ങൾക്കോ പബ്ലിക് സർവന്റ് ആണെന്ന ഓർമ്മ വേണം. ഇതിപ്പോ അറസ്റ്റ് തൊട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് തൊട്ട് പരാതിക്കാരുടെ മൊഴി പോലും സാധുതയില്ല. എന്ത് മണ്ണാങ്കട്ടയായിരുന്നു നിങ്ങൾ ട്രെയിനിങ് സമയത്ത് പഠിച്ചത്? വെറും സ്പോർട്സ് കോട്ടയായിരുന്നു. ഇനിയുള്ള സമയം ആ നിയമപുസ്തകങ്ങളൊക്കെ പൊടിതട്ടി തുറന്നു വെച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഡിസിഷൻസ് ഒക്കെ നോക്കി കൗണ്ടറുകൾ തയ്യാറാക്കി തുടങ്ങിക്കോളൂ. ഇതൊരു വ്യക്തി ജീവിതമല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ചാടി ഇറങ്ങി കെട്ടിടത്തിനും മുകളിലും പ്ലാവിലും മാവിലും ചാടിക്കയറാൻ സർക്കാർ ജോലിയാണ്. കോടതിയോട് ഉത്തരം പറയേണ്ടി വരും. വാൽകഷ്ണം. രാഹുൽ വിഷയം ഊതി പുക പടർത്തി അന്തരീക്ഷം പുകമയമാണ് എന്ന് ഉറപ്പുവരുത്തി ശങ്കർദാസിനെ രാത്രി ആരും അറിയാതെ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെയല്ലേ ഇതിന്റെയൊക്കെ പിൻഭാഗം? എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടി വന്നോ? അതാണ് നിങ്ങളുടെ കയ്യിലുള്ള നിയമം. കോടതിയുടെ നിയമവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ പ്രയോഗിക്കുന്ന നിയമങ്ങൾ ആൻസറബിൾ ആണ്. കോടതിയോട് ഉത്തരം പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ശമ്പളവും പെൻഷനും കിട്ടില്ല. ഒറ്റ വാക്കിൽ പറയാം, കോടതിയിൽ ഇരിക്കുന്നത് തലച്ചോറുള്ളവരാണ്. നിങ്ങളെപ്പോലെ വെറും ബോൺവീറ്റയല്ല. അപ്പോ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. ഈ പേജിൽ കയറിയാൽ 2 ദിവസം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നടന്ന ദിവസം തന്നെ ഇട്ട ആ ഒരു പോസ്റ്റ് കൂടി നമുക്ക് വായിക്കേണ്ടി വരും. രാഹുലിന് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ എന്തേലും അശ്ലീലങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. ഈ നാട്ടിൽ സ്ത്രീകളെ ബലപൂർവ്വം പീഡിപ്പിച്ച എത്ര സഖാക്കളുണ്ട്? എന്ത് ചെയ്തു നിങ്ങൾ? മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി നിങ്ങളുടെ കൂട്ടത്തിലുള്ള MLA-യുടെ മകളെയും ഏരിയ സെക്രട്ടറിയുടെ മകളെയും പീഡിപ്പിച്ചെന്ന കാര്യം വേദനയോടെ നിങ്ങളോട് ആ പിതാക്കന്മാർ വന്ന് പറഞ്ഞപ്പോൾ ചെറുവില്ലനയ്ക്കുകയോ നിങ്ങൾ? ശശിയുടെ ഏതവയവത്തിനായിരുന്നു തീവ്രത കുറവ്? നിങ്ങളുടെ മന്ത്രിസഭയിലും എന്തിന് ബ്രാഞ്ച് തലം മുതൽ AKG സെന്റർ വരെ എടുത്താൽ നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവരായി വിരലിൽ എണ്ണാവുന്നവരല്ലേ ഉണ്ടാവൂ? അത് പേടിച്ചല്ലേ ഒരുത്തനെതിരെയും ഒരു നടപടിയും എടുക്കാത്തത്? പിണറായി വിജയ എന്ന് പേര് ചൊല്ലി വിളിച്ചിടത്ത് നിന്ന് തുടങ്ങുകതല്ലേ നിങ്ങളുടെ പ്രതികാരം? നാടിന്റെ ഭരണത്തിൽ ശ്രദ്ധിക്കാതെ പ്രതികാരദാഹം പൂണ്ട് നടക്കുന്ന നിങ്ങൾക്ക് അധികാര കൊതിയല്ലേ ഉള്ളത്? മന്ത്രിയുടെ കർമ്മപദത്തിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിച്ചവനെ രക്ഷിക്കാൻ നിങ്ങൾ ചില ടീച്ചറിനെ നിങ്ങൾ വെളുപ്പിച്ച് വെള്ളരിപ്രാവാക്കി. എന്തൊരു ഉളിപ്പില്ലായ്മയാണ്! സിനിമാശാലയിൽ മോർണിംഗ് ഷോ, മാറ്റണി, ഫസ്റ്റ് ഷോ എന്നീ ക്രമത്തിൽ പോയ ഇവരുടെയൊക്കെ ജീവിതമെന്നും കൂട്ടത്തിലുള്ളവർ, അതായത് കൂടെ പോകുമ്പോൾ രഥമോടിക്കുന്നവർ തന്നെ പലരോടും വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ഇനി പുറത്തു പറഞ്ഞാൽ കൈവെട്ടും കാലുവെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്ന് ഇത്തിരി പോന്ന ശിശുക്കൾ വരെ വിളിച്ചു പറയുന്ന പാർട്ടി. അതുകൊണ്ട് ജീവിക്കാൻ കൊതിയുള്ളവർ മിണ്ടാതിങ്ങനെ ഇരിക്കും. രാഹുൽ പോയതും ചെയ്തതും എല്ലാം അയാളെ ആഗ്രഹിച്ചവരുടെ കൂടെ. തുടക്കത്തിൽ ആർക്കും പരാതിയില്ല. തന്റെ ഇംഗിതത്തിന് അല്ലെങ്കിൽ തന്റെ വഴിക്ക് കിട്ടില്ലെന്നറിയുമ്പോൾ കേസ്, കോടതി, ഇതൊക്കെ തന്നെ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന കോടതിയെ ലക്ഷ്യമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില വരികളൊക്കെ തന്നെ വിട്ട് മാറ്റുകയാണ്.
എന്തായാലും കേസ് കൊടുത്ത ഏത് സ്ത്രീയാണ് ബലമായി പിടിച്ചുകൊണ്ടുപോയി ഇഷ്ടത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് മൊഴി തന്നിട്ടുള്ളത്. ഈ സ്ത്രീകൾ ആരും 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരല്ല, എല്ലാവരും വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ കൂടെ കഴിയുന്നവരാണ്. അതൊന്നും പക്ഷെ തുറന്ന് പറയില്ല എന്നടക്കമുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ അതിജീവിതയ്ക്കെതിരെ നമ്മൾ ഒന്നും സംസാരിക്കരുത് എന്നുള്ളതാണ്. അതിജീവിതയ്ക്കെതിരെ നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ പറയുന്ന പോസ്റ്റിലൊക്കെ തന്നെ അതിജീവിതയൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. നാണമില്ലാത്ത വർഗം, ഇങ്ങനെ എത്ര ബന്ധങ്ങൾ അവർക്ക് കാണും, ഇയാളുടെ പുറകെ കേസുമായി പോയതുപോലെ മറ്റൊരുത്തന്റെ പുറകെ പോയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നോ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിണറായി വിജയൻ പറയുമ്പോൾ കാവടിയെടുത്ത് കോമരം തുള്ളുന്ന പോലീസുകാർ ഒരുങ്ങിയിരുന്നോ? ഒരുത്തനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കാണിച്ച നാടകം വിശേഷമായിരിക്കുന്നു. പൊളി. അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ പോലും പാലിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി. ഓൺലൈൻ പരാതി കൊടുക്കുന്നവർ BNS ആക്ട് പ്രകാരം 3 ദിവസത്തിനുള്ളിൽ ഈ കോൺസേൺഡ് സ്റ്റേഷനിൽ വന്ന് താൻ കൊടുത്ത പരാതി ഒതന്റിക്കേറ്റ് ചെയ്താലേ ആ FIR ലീഗലി രജിസ്റ്റർഡ് ആവുകയുള്ളൂ. അല്ലാതെ അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല. അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാത്ത FIR വെച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതുമല്ല. അത് പാലിക്കാതെ അറസ്റ്റ് ചെയ്തതിനും കസ്റ്റഡിയിലും ജുഡീഷ്യൽ കസ്റ്റഡിയിലും ഇട്ടതിന് സർക്കാർ മറുപടി പറയണം. പരാതിക്കാരുടെ മെഡിക്കൽ ടെസ്റ്റ് നടത്താതെ എങ്ങനെയാണ് ആരോപണ വിധേയന്റെ പോട്ടൻസി ടെസ്റ്റ് നടത്തുന്നത് എന്ന ചോദ്യമുണ്ട്. കാര്യമറിയാതെ ഇതൊക്കെ ആഘോഷിക്കുന്ന കൊണ്ടാടുന്നവർ ആലോചിക്കണം. തന്റെ വീട്ടിലും ഭാര്യയും മക്കളും മകനും ഒക്കെ ഉണ്ട്. ഇതുപോലെ ഒരു പരാതി ആർക്കെതിരെയും വരാൻ ചിന്തിക്കേണ്ട സമയം പോലും വേണ്ടി വരില്ല എന്ന്. രാഹുലിന് ധാർമ്മിക പരാജയം ഉണ്ടായി എന്നത് വസ്തുത. ഒരാളുടെ ജീവിതത്തിൽ കയറി മേയാൻ എളുപ്പമാകും, പക്ഷേ അത് തന്റെ ജീവിതത്തിലാണ് സംഭവിച്ചത്. സത്യം മറ്റൊന്നാണ്. തന്റെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകുമോ അതോ രക്തം വരുമോ? ആരെയും ഇല്ലാതാക്കാൻ എളുപ്പമാണ്. ഇതിലും ഭേദം നിങ്ങൾ അയാളെ അങ്ങ് കൊന്നു കളയുന്നതായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മളിവിടെ വായിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ തന്നെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ശാന്തി നാരായണനാണ് എഴുതിയിരിക്കുന്നത് ഈ പോസ്റ്റൊക്കെ തന്നെ. എന്തായാലും നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിധി വരുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും രാഹുലിന്റെ വിധി എന്നുള്ളത്. വിധി ഇനി മറിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നേരെ ഹൈക്കോടതിയിൽ പോകാനുള്ള നീക്കവും ഉണ്ടാകും. What?